അജ്ഞാതരുടെ വെടിയേറ്റ് ഒരു വിഘടനവാദി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി ബംഗ്ലാദേശിൽ ചത്തു. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം ഈ മീഡിയകളെല്ലാം തന്നെ മറച്ചു വെക്കുന്ന മറ്റൊരു വാർത്ത കൂടി ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹിന്ദു യുവാവിനെ മർദ്ദിച്ചു കൊന്നു, എന്നിട്ട് കത്തിച്ചു കളഞ്ഞു. മരത്തിൽ ആ മൃതദേഹം കെട്ടിത്തൂക്കിയ ശേഷം കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ പ്രവാചക നിന്ന ആരോപിച്ചിട്ടാണ് ഈ യുവാവിനെ ഇത്തരത്തിൽ ഇല്ലാതെയാക്കിയത് എന്നുള്ളതാണ് ഇതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം. ബംഗ്ലാദേശ് ഇപ്പോൾ ആരുടെ കൈകളിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ഭീകരരുടെ കയ്യിലാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളാണ് അവിടെ ഭരണം കൈവരിക്കുന്നത്, ഭരണം നേടാനുള്ള നെട്ടോട്ടത്തിൽ നടക്കുന്നതുമൊക്കെ. യൂനസിന് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി ഒരുത്തൻ NCP എന്ന് പറയുന്ന അവിടുത്തെ പുതിയ ജമാഅത്തെ രൂപീകരിച്ച പുതിയൊരു പാർട്ടിയുടെ ഒരു നേതാവ് അവൻ പറയുകയാണ്, 7 സിസ്റ്റേഴ്സിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ചേർക്കും, എന്നിട്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുമെന്നുള്ളത്. അതേ ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ വക്താവായിരുന്നു ഇപ്പോൾ ചത്തു മലച്ചു കിടക്കുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ ഭീകരന്മാർക്കൊക്കെ ഇത്രയേറെ മുൻഗണന നമ്മുടെ മീഡിയകൾ നൽകുമ്പോൾ, ഇവരൊക്കെ പോരാളികളൊക്കെ ആക്കി ഇവരെ പുകഴ്ത്തുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്ത മൂടി വയ്ക്കപ്പെടുക കൂടി ചെയ്യുന്നത്. ഡിസംബർ 18 രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ബംഗ്ലാദേശിലെ മൈമൻ സിംഗിലെ ബാലുക ഉപസില എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവനിന്ന, അതായത് പ്രവാചക നിന്ന, അവിടെ ദൈവം എന്ന് പറയുന്നത് പ്രവാചകനാണ്, ആ പ്രവാചക നിന്ന പറഞ്ഞു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു യുവാവിനെ ജനക്കൂട്ടം ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊന്നുകളഞ്ഞത്. സ്ക്വയർ മാസ്റ്റർ ഭാര്യ ദുബാലിയ പാര എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ആ പ്രദേശത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അവിടെ അത് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണല്ലോ. അവർക്ക് നേരെ പല സമയത്തും ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും അവരെ അടിക്കുന്നതും അവരെ മർദ്ദിക്കുന്നതും ഉൾപ്പെടെയുള്ള വീഡിയോയും ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം നിരന്തരം വരാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മീഡിയയ്ക്ക് അതൊന്നും വാർത്തയല്ല. നേരെ തിരിച്ച് മറ്റൊരു മതവിഭാഗത്തെ ആയിരുന്നു ആക്രമിച്ചത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഹിന്ദു സമൂഹം നേരെ തിരിച്ചാണ് ചെയ്തിരുന്നതെങ്കിൽ അത് വലിയ മനുഷ്യാവകാശ ലംഘനമായിട്ട് വലിയ വാർത്തകൾ പടച്ചുവിട്ടേനെ. ഒരുപക്ഷെ ഒരാഴ്ച നീളുന്ന ഒരു സീരീസ് ഇതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുകയും പല ലേഖനങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മരിച്ച വ്യക്തിയുടെ പേര് ദീപു ചന്ദ്രദാസ് എന്നയാളാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന ദീപു ചന്ദ്രദാസ് ഒരു വസ്ത്രനിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു യുവാവാണ്. ആ പ്രദേശത്ത് വാടകക്കാരനായിട്ടാണ് ഈ ദീപു എന്ന് പറയുന്ന യുവാവ് താമസിച്ചിരുന്നത്. ഇയാളാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കുറിച്ചിട്ട് അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിക്കുന്നത്. എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇതുവരെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല. എന്തായാലും ഈ ജനക്കൂട്ടം ആക്രമിച്ചു കൊന്നതിനെതിരെ ബാലുക പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തതായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കേസ് എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നീതി ഹൈന്ദവ സമൂഹത്തിന് അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. കാരണം സ്വാഭാവികമായിട്ടും അവിടെ ഭരണം അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതും ഒക്കെയും യൂനസിന്റെ നേതൃത്വത്തിലാണ്. യൂനസ് പിന്തുണയ്ക്കുന്ന പാർട്ടിയെക്കുറിച്ച് നമ്മൾ മുൻപ് തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ ഹൈന്ദവ സമൂഹത്തിന്, ചെറുവിഭാഗമായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മർദ്ദിച്ചു കൊലപ്പെടുത്തുക എന്നുള്ള കുറ്റങ്ങൾക്കെതിരെയൊക്കെ കേസെടുക്കുകയും അന്വേഷിക്കുകയും അതിൽ തെറ്റു ചെയ്തവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും എന്നൊന്നും വിശ്വസിക്കാൻ തീരെ കഴിയില്ല. എന്തായാലും ഈ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു. പിന്നീട് മരത്തിൽ ഈ മൃതദേഹം കെട്ടിത്തൂക്കിയിടുകയാണ്. എന്നിട്ട് തീ കൊളുത്തി എന്നുള്ളതാണ് ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വിവരം. എന്തായാലും അതിനെ തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പോലീസ് ഉടൻ സ്ഥലത്തെത്തി ഇതൊക്കെ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. ദീപു ചന്ദ്രദാസിന്റെ മൃതദേഹം കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായിട്ട്
മൈമെൻസിംഗ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ഈ മതപരമായിട്ടുള്ള സംഘർഷങ്ങൾക്കിടയിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം ആ പ്രദേശവാസികൾ, അതായത് ഓരോ ഏരിയ തിരിഞ്ഞാണ് താമസിക്കുന്നത്, അവിടെ ഹിന്ദു സമൂഹം താമസിക്കുന്ന ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ദൈവനിന്ദ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് അല്ലാതെയും നിസ്സാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഇവരിൽ വലിയ രീതിയിൽ ഭയം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ദീപു എന്ന് പറയുന്ന യുവാവിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ കണ്ടെത്താനായിട്ട് സമീപവാസികൾ ശ്രമിക്കുന്നുണ്ട്, പോലീസും ശ്രമിക്കുന്നുണ്ട്. കേസ് ഫയൽ ചെയ്ത നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ഒക്കെ പറയുകയും ചെയ്യുന്നു. ബംഗ്ലാദേശിൽ ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലുള്ള കലാപം, വലിയ രീതിയിലുള്ള കലാപം, മാധ്യമ സ്ഥാപനങ്ങളൊക്കെ അടിച്ചു തകർത്ത് തീ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പലരും ജീവൻ രക്ഷിക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന കാഴ്ചയൊക്കെ നമുക്ക് വീഡിയോയിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ കാണാം. ദി ഡെയിലി സ്റ്റാർ, പ്രോത്തോം അലോ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണങ്ങൾക്കിടയിൽ തന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തെ ചർച്ചാ വിഷയമായിട്ട് കൂടി ഉയർന്നു വരാനുള്ള കാരണം. ഒരു വശത്ത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയം, മറുവശത്ത് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങളും അക്രമങ്ങളും എല്ലാം നടക്കുന്നു. കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് മറച്ചു പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഹൈന്ദവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യമായിട്ട് ഇതിനെ മുതലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അവിടെ ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ്, ഫെബ്രുവരിയിൽ ഇത് നടക്കുന്നതിന് മുമ്പ്, അതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഉസ്മാൻ ഹാദിയുടെ തലയിൽ അജ്ഞാതരുടെ വെടിയേൽക്കുന്നത്. ഈ അജ്ഞാതരുടെ വെടിയേറ്റ സമയത്ത് വളരെയധികം ചർച്ചാ വിഷയമായി. അത് ഇന്ത്യയുടെ ചെയ്തിയാണോ എന്നുള്ള സംശയമൊക്കെ പല ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തു. എന്നാലും വെടിയേറ്റ ഇയാളെ സിംഗപ്പൂരിലേക്ക് കൂടുതൽ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായിട്ട് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ അക്രമികളിൽ നിന്നാണ് വെടിയേറ്റത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ പ്രമുഖ ബംഗ്ലാദേശ് പത്രമായിട്ടുള്ള പ്രോത്തോം അലോയുടെ സ്ഥാപനം അടിച്ചു തകർക്കുകയും തീ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ജനക്കൂട്ടങ്ങൾ പ്രധാനമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും അടിച്ചു തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന് സമീപം കല്ലെറിയുകയും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അവിടെ പൂട്ടണമെന്നുള്ള ആവശ്യം ഈ പ്രക്ഷോഭകാരികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഹാദിയുടെ ഈ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നാഷണൽ സിറ്റിസൺസ് പാർട്ടി NCP, സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ SAD എന്ന് പറയുന്ന ഇവരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ് ഈ പ്രക്ഷോഭത്തിന് ഉള്ള കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക്, ജൻസി പ്രക്ഷോഭം പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാസ് പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടുന്നത്. ഇവരാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു കാര്യം. ഈ അക്രമികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു എന്നുള്ള വാർത്ത കൂടി ഇതിനിടയിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധക്കാർ പറയുന്നത് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണം എന്നുള്ളതാണ്. ഈ NCP നേതാവ് സർജീസ് ആലം സ്ഥിതിഗതികൾ വീക്ഷിച്ചിട്ട് പറയുന്നത് യുദ്ധസമാനമാണ് എന്നുള്ളതാണ്. ഹാദി ബായിയുടെ കൊലയാളികളെ ഇന്ത്യ തിരികെ കൊണ്ടുവരുന്നതുവരെ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിരിക്കുമെന്ന് കൂടി പറയുന്നു. കൂടാതെ അതൊരു മുന്നറിയിപ്പാണ്. അടച്ചിരിക്കും എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പാണ്. ഇപ്പോൾ നമ്മൾ യുദ്ധത്തിലാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി ഈ പറയുന്ന നേതാവിന്റെ കയ്യിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. ഏത് സമയത്തും നമുക്കെതിരെയുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുൻ നയതന്ത്രജ്ഞയായിട്ടുള്ള വീണ സിക്രി ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ, ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പാകിസ്ഥാനാണ് എന്നാണ് അവർ പറഞ്ഞത്. ആ പറയുന്നത് അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ
പാകിസ്ഥാൻ മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണി മാത്രമല്ല, എന്നും അസ്ഥിരമായിരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതകളും ഏറെയാണ്.